നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് പുതിയൊരു പ്രൊഡക്റ്റാണ്. കോൾമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ കോൾമാൻ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. ഇത് 1900 USA സ്ഥാപിക്കപ്പെട്ടൊരു ബ്രാൻഡാണ്. ഇവരുടെ ഔട്ട്ഡോർ ക്യാമ്പിങ്ങിനായിട്ടുള്ള ഗിയേഴ്സൊക്കെയാണ് ഇവരുടെ പ്രധാന പ്രോഡക്റ്റുകൾ. അപ്പോൾ 125 വർഷം പഴക്കമുള്ള ഒരു നല്ല ഫേമസ് ആയിട്ട് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. ഈ ഹിമാലയത്തിലും അവിടെയൊക്കെ പോകുന്നവരും ക്യാമ്പിങ് മറ്റൊക്കെ നടന്നവരൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ഇതൊരു പ്രൊഡക്റ്റ് വലിയതായിരിക്കും. ഇപ്പോൾ ഇതിന് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം പെട്ടെന്നാണ് ഇതിനൊരു വിലക്കുറവ് വന്നത്. സാധാരണ രീതിയിൽ 2000-3000 രൂപയൊക്കെ വില ഉള്ള ടോർച്ചായിരുന്നു ഇത്. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇപ്പം സഡൻലി ഒരു പ്രൈസ് സ്റ്റോപ്പ് വന്നു. അറൗണ്ട് 850 അടുപ്പിച്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് സെയിലുള്ളത്. അപ്പം ഇത് പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം ഇത് സെയിം സാധനം ഡെക്കാത്തലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് 2840 അതിനകത്ത് പ്രൈസ് കൊടുത്തിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ റേറ്റ് ഇത്ര കുറച്ചത്. എങ്കിലും സംഭവം വർത്താണെന്ന് തോന്നിയതുകൊണ്ടാണ് മേടിച്ചത്. അപ്പം നമുക്ക് ക്യാമ്പിനോ അതേപോലെ നൈറ്റിലോ യൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സംഭവമാണ്. ബാറ്ററി പ്രൊവൈഡാണ്. അപ്പം ബാറ്ററി ആവശ്യത്തിന് കരുതിയാൽ നമുക്ക് ടോളി അൺലിമിറ്റഡ് തന്നെ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കോൾമാൻ 325 ഫ്ലാഷ് ലൈറ്റ് എന്നാണ്. ഇതിന് 848 രൂപയ്ക്കാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇപ്പോഴും ഏകദേശം ആ പ്രൈസ് തന്നെയാണ് അതിനകത്തുള്ളത്. 325 എന്ന് പറഞ്ഞാൽ 325 ലൂമൻ അതാണ് അപ്പാത്തിന്. ഇതിൻ്റെ 428 ലൂമൻ്റെ ഒരു മോഡൽ ആമസോണിലുണ്ട്. അതിന് 7733 രൂപയാണ് വില. അപ്പോൾ ഊഹിക്കാമല്ലോ എന്തുമാത്രം പ്രൈസാണ്. അതത്ര ഒരു വാല്യൂ ഫോർ മണിയായിട്ട് തോന്നിയില്ല പ്രൈസിന്. ഒരുപക്ഷെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അത് വർത്തായിരിക്കാം, എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എങ്കിലും ആ ഒരു പ്രൈസ് കണ്ടപ്പോൾ ഒരു വാല്യൂ ഫോർ മണിയായിട്ട് തോന്നിയില്ല. നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. ഇത് IPX4 വരുന്ന വാട്ടർ പ്രൂഫാണ്. അത്യാവശ്യം മഴയത്തൊക്കെ കൊണ്ടുനടക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നീട് സ്ട്രോങ് അലൂമിനിയം ബോഡിയാണ് ഇതിൻ്റെ വരുന്നത്. കോമ്പാക്ട് ഡിസൈൻ ആണല്ലോ. നമ്മുടെ ചിഹ്നങ്ങളുടെ ചെറിയതാണ്. വെക്കുമ്പോഴുടെ കുറവാണ്. നല്ല ബാറ്ററിയുടെ സൈസ് വെച്ച് നോക്കിയാലും മതി. 1, 2, 3 ബാറ്ററിയുടെ ഒരു അളവ് ഞാൻ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്കതിൽ നിന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇത് നോക്കുള്ളൂ. 325 ലൂമനാണ് കോൾമാൻ. ബാറ്ററി കാർഡ് വിത്ത് 250 ഫ്ലാഷ് ലൈറ്റ്, അതായത് 250 മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി കാർഡ്, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. അതായത് നമ്മൾ ഈ ചുവന്ന ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുകയാണ്. ബാറ്ററി ഒരിക്കലും ഡ്രെയിൻ ആവത്തില്ല. അതേപോലെ തന്നെ ഇതിന് കൊറോഷൻ ഉണ്ടാകത്തില്ല. നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും ബാറ്ററി ഉള്ളിൽ വെച്ച്. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ 3 ബാറ്ററി ഫ്രീ ആയിട്ടുണ്ട്. ട്രിപ്പിൾ എ ബാറ്ററിയാണ്. പിന്നെ ഇത് തന്നെ അതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ എ ബാറ്ററി 3 വാട്ട്സ് ബാറ്ററി സ്റ്റോപ്പ് പറഞ്ഞ് ബാറ്ററി കഴിഞ്ഞിട്ടുള്ള ബീം ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. 250 മീറ്റർ ദൂരത്തേക്ക് 1 മണിക്കൂർ നേരം 325 ലൂമൻ ഇത് തരും. അത് 25 മീറ്ററുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് 4 ലൂമനെ കിട്ടത്തുള്ളൂ. അത് 200 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും. ഇത് 3 സെറ്റ് ബാറ്ററി കരുതി ചെയ്താൽ യാത്ര വെള്ളം ചെയ്യുകയാണെങ്കിൽ പോലും അൺലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇത് ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ആണെന്ന് ബാക്കിൽ എഴുതിക്കുന്നത് തന്നെ വായിക്കും. ഒരുവിധപ്പെട്ട എല്ലാ ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട്. അതിപ്പം പ്രത്യേക പ്രൈസ് 3199 രൂപയാണ്. ഇതൊക്കെ തന്നെയാണ് അവരുടെ കുറച്ച് നാൾ മുമ്പ് കാണിച്ചിരുന്നത്. പ്രൈസ് സ്റ്റോപ്പിൻ്റെ അതൊന്ന് കാണിച്ചേക്കാം. ഇത് UK നിന്ന് ആണ് ഇതിൻ്റെ നിർത്തനൊക്കെ ചെയ്തിരിക്കുന്നത്. മേഡ് ഇൻ ചൈനയാണ്. കമ്പനി ബേസ് ചെയ്തിരിക്കുന്നത് US ആണ്. ഒരു കുറച്ച് പേപ്പറുകളുണ്ട്, എല്ലാ ഭാഷയിലും എഴുതുന്നതായിരിക്കും. പിന്നെ എഴുതാണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തേക്കുന്നത് 25% ലോങ്ങർ ബാറ്ററി ലൈഫ് എന്നാണ്. ബാറ്ററി കാർഡ് ടെക്നോളജി ഇല്ലാത്ത ഫ്ലാഷ് ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ലൈറ്റ് ഭാഗം തന്നെ ബാറ്ററി പൂർണ്ണമായിട്ടും കട്ടാം. അതിന് ഫിസിക്കലി വിടുതൽ ചെയ്യുന്ന രീതിയിലാണ് അത് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതാണ് ഡ്യൂറാസെല്ലിൻ്റെ OEM എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. ആൽക്കലൈൻ ബാറ്ററിയാണ് കേട്ടോ. ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് ആൽക്കലൈൻ ബാറ്ററിയാണ്. ഓക്കെ, ട്രിപ്പിൾ എ ബാറ്ററി ഇതാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. 3 എണ്ണമാണ്. അത് അതിൻ്റെ അടുത്ത് തന്നെ ഫ്രീ ആയിട്ട് വരുന്നത്. 3 to 5 year ഫ്ലാഷ് ലൈറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതൊരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്തൊരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലോട്ട് പോവാം. എടുക്കുമ്പോൾ തന്നെ അറിയാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ്. പിന്നെ കോമ്പാക്റ്റ് ആണ്. നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ഒരു പേനയായിട്ട് കാണിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ആശാൻ. പേനയുടെ അതേ വലിപ്പം നമ്മൾ പോക്കറ്റൊക്കെ അതേ രീതിയിൽ കൊള്ളുന്ന അത്രയേ ഉള്ളൂ ആശാൻ. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞ ആ ബാറ്ററി കാർഡ് ടെക്നോളജി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണ്, ഇത് ഓഫായി കഴിഞ്ഞാൽ ബാറ്ററി ആയിട്ട് 100% ഡിസ്കണക്റ്റ് ആകുകയും
ബാറ്ററി ഡ്രെയിൻ ഉണ്ടാകത്തില്ല. ബാറ്ററി വെച്ച് തന്നെ നമുക്ക് എത്ര കാലം ഷെൽഫിൽ ഇരുന്നാലും ബാറ്ററിയായിട്ട് കോൺടാക്ട് ഒന്നും കൊറോഷൻ ഒന്നും ഉണ്ടാകുകയൊന്നും ചെയ്യത്തില്ല. പിന്നീട് ഇവിടെ ഒരു റബ്ബറിന്റെ ഇത് നൽകിയിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ് കൊടുത്തേക്കുന്നത്. ഇമ്പാക്ട് റെസിസ്റ്റൻസിന് ഉണ്ടായിരുന്നു. ഇരിക്കുകയെല്ലാം ചെയ്താലും 2 മീറ്റർ ഉയരത്തിന് മുന്നാലും ഒന്നും പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് അലൂമിനിയം ബോഡിയാണ്, നല്ല സ്ട്രോങ് അലൂമിനിയം ബോഡിയാണ്. IP44 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്കിൽ അതേപോലെ തന്നെ ഒരു റബ്ബറാണ് ഇത് കൊടുത്തേക്കുന്നത്. വെള്ളം കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതാണ്ട് ഇടയ്ക്കൊരു ഇതിന്റെ കൊടുത്തേക്കുന്നത്. ചുവന്ന കളറിലെണ്ണം നല്ല രീതിയിൽ സീൽ ചെയ്യാനായിട്ട്. അത് പറഞ്ഞിട്ടാണ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ റബ്ബറിന്റെ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയാം. സ്ട്രോങ് അലൂമിനിയം ബോഡിയാണ് ഇതിന്റെ പ്രത്യേകത. കോമ്പാക്ട് ഡിസൈൻ ആണ്, ഹൈ പവർ ആണ്. 200 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. 250 മീറ്റർ ആണ് മാക്സിമം ഡിസ്റ്റൻസ് വെട്ടം കിട്ടുന്നത്. 2 ലൈറ്റ് മോഡുണ്ട്, ഹൈയും ലോയും. ഹൈ ഇട്ടാൽ 325 രൂപ 250 മീറ്റർ കിട്ടും. 1 മണിക്കൂർ പക്ഷേ അത് കിട്ടത്തുള്ളൂ. ഹൈല് ലോയിൽ ഇട്ടാൽ 25 മീറ്റർ ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. 4 രൂപ 200 മണിക്കൂർ. അതാണ് ഇത് വരുന്നത്. ലാൻഡ് സ്ലിപ്പ് ഡിസൈൻ ആണ്, നമുക്ക് പിടിപ്പറ്റുന്ന അറിയാം. കയ്യിൽ തന്നെ പോകുന്ന പരിപാടിയൊന്നുമില്ല. കയ്യിൽ തന്നെ 200 കളർ. സിംഗിൾ ബട്ടൺ ആണ്, വേറെ 5-6 ബട്ടൺ ഒന്നുമില്ല ഓപ്പറേഷൻ. ഈ സിംഗിൾ ബട്ടണിൽ തന്നെയാണ് എല്ലാ ഫംഗ്ഷനും നടക്കുന്നത്. അപ്പം അതും എളുപ്പമാണ്. നമുക്ക് ഈ ബാറ്ററി പവറായിട്ടാണ് ഒരു കണക്കിന് ഈ കാട്ടിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലത്. കാരണം എന്ന് പറഞ്ഞാലും എപ്പോഴും ഈ ചാർജ് ചെയ്യുക അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഇത്തരം ബാറ്ററികൾ മേടിച്ചിരുന്ന പ്രോഡക്റ്റുകൾക്ക് കുറച്ചുകൂടി ലൈഫ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരുപാട് പവർ എന്ന് പറയാൻ അല്ലെങ്കിൽ ഇത് അല്ല ലോ പവറിലൊക്കെ 200 മണിക്കൂർ കിട്ടുന്ന പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അത്തരത്തൊരു നമ്മളൊരു സെറ്റ് ഒരു 4-5 സെറ്റ് ബാറ്ററി മേടിച്ചിട്ടാൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് തന്നെയുള്ള പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആമസോൺ ICIC കാർഡ് ഉണ്ടെങ്കിൽ 42 ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ 200 അടുപ്പിച്ചത് കിട്ടും. 10 ദിവസം റിട്ടേൺ പോളിസിയാണ്, ഡയറക്റ്റ് റിട്ടേൺ ചെയ്യാം. സർവീസ് സെന്ററല്ല. പക്ഷേ ഇതിന് വാറണ്ടി ഒന്നും പറയുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രോഡക്റ്റിന് യാതൊരു വാറണ്ടി ഇല്ല. നിങ്ങളുടേതായ റിസ്കിന് എടുത്തോളൂ. പിന്നീട് ഇത് പറയുന്നത് വെച്ചാൽ 25% സാധാ ബാറ്ററി കാർഡ് ഇല്ലാത്ത ഫ്ലാഷ് ലൈറ്റുകളെക്കാളും 25% എക്സ്ട്രാ പവർ കിട്ടുമെന്നാണ് പറയുന്നത്. ഔട്ട് പവർ ആക്ടിവിറ്റീസിനൊക്കെ നല്ലതാണ്. അതുമായിട്ട് പറഞ്ഞാൽ ഈ 2 സൈഡിലും റബ്ബറിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് 2 മീറ്റർ പൊക്കത്തിനൊക്കെ വീണാലും ഒന്നും സംഭവിക്കത്തില്ല. പിന്നീട് റൺ ടൈം നമ്മൾ പറഞ്ഞു വാട്ടർ റെസിസ്റ്റന്റ് IPX4 ആണ്. എമർജൻസി സിറ്റുവേഷനിലും ഹൈക്കിങ്ങിലും ഇതൊക്കെ ഉപയോഗിക്കാം. LED ലൈറ്റ് കളർ ബ്ലാക്ക് ആണ്. ഫിനിഷിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് പൗഡർ കോട്ടൺ ആണ്. അളവെന്ന് പറയുന്നത് ഹൈറ്റ് 15, ഇവിടെ 5 ഡയമീറ്റർ 5 ആണ്. പിന്നെ ഗ്ലോബൽ ട്രേഡ് ഐഡന്റിഫിക്കേഷൻ നമ്പറൊക്കെ ഉണ്ട്. അതിന്റെ അകത്ത് പറയുന്നത് 0076501243338 എന്നാണ്. ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. ആമസോണിലെ റേറ്റിംഗ് ഉണ്ട്. 5ൽ 4.4 റേറ്റിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ആൾക്ലൈൻ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫോർമാന്റെ പ്രോഡക്റ്റിന് വരുന്ന വർഷമായിട്ട് ആമസോണിലുണ്ട് 87% റേറ്റിംഗ് ഉണ്ട് അവരുടെ പ്രോഡക്റ്റ് ഒക്കെ എല്ലാം. ഔട്ട്ഡോർ ക്യാമ്പിംഗ് ഐറ്റം ആണ് കൂടുതൽ. ഇപ്പൊ ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം ഡെക്കാത്തോളൻ വഴി വരുന്നുണ്ട്. മുമ്പ് ഡെക്കാത്തോളനിൽ ഈ ഒരു ബ്രാൻഡ് അങ്ങനെ ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് മുതലാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റും കൊണ്ടുവന്നത്. പറഞ്ഞാൽ ഈ ബാറ്ററി കാർഡിന് മറ്റൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതലാണ്. നമ്മൾ ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് പോയാലും അതിരുന്ന് ചള്ളാറുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇതിനില്ല. അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അതായത് എത്ര കാലം വരെ ബാറ്ററിക്ക് ലൈഫ് ഉണ്ടോ അത്രയും കാലം ബാറ്ററി ഇതിനകത്ത് സ്വസ്ഥമായിട്ടിരുന്നോളും. വേറെ പ്രശ്നമൊന്നുമില്ല. ഡെക്കാത്തോളനിൽ ഞാൻ പറഞ്ഞിരുന്നത് 2879 രൂപയായിരുന്നു. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കിട്ടുന്നു. നല്ല സ്ട്രോങ് ബിൽറ്റ് ആണ്. നല്ല നമുക്ക് അറിയാം. സ്പ്രിങ് വരുന്നുണ്ട്. അകത്തിലാണുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് കേട്ടോ. നെഗറ്റീവ് താഴെ പോസിറ്റീവ് മേളിൽ, നെഗറ്റീവ് താഴെ പോസിറ്റീവ് മേളിൽ. സ്പ്രിങ് വരുന്നത് നെഗറ്റീവ് താഴെ പോസിറ്റീവ് മേളിലാണ്. സ്പ്രിങ് തിരിഞ്ഞ് കിടക്കുന്നു. ഓക്കെ. സ്പ്രിങ് വരുന്നിടം മാത്രം നോക്കരുത്, അതിനകത്ത് സിമ്പിളൂടെ നോക്കണം. പുതിയ ഇതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേറെ പരിപാടികളൊന്നുമില്ല, നേരെ ഇടുക എന്നുള്ളത്. ഇപ്പൊ സംഭവം നമ്മൾ ബാറ്ററി ഇട്ടപ്പോൾ ചോർച്ച കത്തിയില്ല. ഞാൻ ഈ പറഞ്ഞ ഡിസ്കണ്ടിന്യൂ ചെയ്ത പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇനി പണി കിട്ടിയതാണോ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ എന്തായാലും കുറച്ച് നേരം മാറ്റി നോക്കി എന്നിട്ട് കറക്റ്റ് ആയില്ല. പിന്നെ ഓടിപ്പോയി ഒരു ബാറ്ററി മേടിച്ചിട്ട് വന്നത്. അപ്പൊ ബാറ്ററി മേടിച്ചിട്ട് നോക്കിയപ്പോഴും അതേ റിസൾട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് നോക്കിയപ്പോഴാണ് ഇവർ ഈ കൊടുത്തേക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പോസിറ്റീവ് മേടി വരണമെന്ന് കാണിക്കുന്നു, ഇവിടെയും പോസിറ്റീവ് മേടി വരണമെന്ന് കാണിക്കുന്നു, ഇവിടെയും പോസിറ്റീവ് മേടി വരണമെന്ന് കാണിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മൾ ഇടുമ്പോൾ ഈ നെഗറ്റീവ് തന്നെ ഈ താഴെ വരണം. ഓക്കെ, അവിടെ ഓക്കെ. ഇവിടെയും നെഗറ്റീവ് താഴെ വരണം. ഓക്കെ. പക്ഷെ ഇവിടെ നെഗറ്റീവ് മേലെ വരണം. പക്ഷെ ഇവിടെ 2 സൈഡിലും പോസിറ്റീവ് കാണിച്ചേക്കുന്നുണ്ട്. സാധാരണ ഇത് നോക്കിയാണ് നമ്മൾ ഇടുന്നതെങ്കിലും അവർ അങ്ങനെ കാണിച്ചതുകൊണ്ട് ഒരു ഡൗട്ട് വന്നുകൊണ്ട് നമ്മൾ തിരിച്ചിട്ടതാണ്. അതാണ് പറ്റിപ്പോയത്. ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടപ്പോൾ അത് വർക്കായി. അപ്പോൾ ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും അല്ല. അത് എന്നിട്ട് തന്നെ ഈ ഭാഗം അകത്തോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ വരണം. എന്നിട്ട് ഓക്കെ, കത്തിക്കുമ്പോഴുള്ള വട്ടമാണിത്. ഹോളിവുഡ് പടത്തിലൊക്കെ വന്നാൽ ആ ഒരു നീല വട്ടം വരും. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ ലൈറ്റ് നോക്കി നോക്കാം. നമുക്ക് കത്തിച്ച് നോക്കാം. അപ്പൊ ഇതാണ് 4 ലൂമിൻ വരുന്നത്. 25 മീറ്റർ മാത്രം ദൂരം കിട്ടുന്ന 4 ലൂമിൻ. ഈ വട്ടത്തിൽ നമുക്ക് 200 മണിക്കൂർ ഈ സെയിം ബാറ്ററി നമുക്ക് ഈ ടോർച്ച് കൊണ്ടു കിടക്കാം. 200 മണിക്കൂർ ബാക്കപ്പ് ആയിട്ട് കണ്ടില്ലേ. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് വഴി നോക്കി പോകാനോ അടിച്ചടിച്ച് പോകാനൊക്കെ ഈ വട്ടം തന്നെ ധാരാളം. അതല്ല
അല്ല ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അടിക്കണമെങ്കിൽ കണ്ടില്ലേ അത്ര പവർഫുൾ ആണ് ഐറ്റം. സൂപ്പർ കേട്ടോ, പോയിന്റ് ഒക്കെ ഉള്ള. ഇതിന് 250 മീറ്റർ ആണ് അവർ പറയുന്നത്. ഉറപ്പായിട്ടും അവരുടെ ഏത് കമ്പനിയിലും അവർ കൃത്യമായിട്ട് അടിക്കും. ഇതാണ് 325 രൂപ. അപ്പം സംഗതി ഒക്കെ ഇതിപ്പം ഫുള്ളോടൊക്കെയാണ്. ഇങ്ങോട്ടൊന്ന് ചെയ്യുമ്പോൾ ഇത് ആ ചെറിയ ചുവപ്പ് കാണും, അതോടെ 4 ലൂമിലേക്ക് മാറും. അതിനുശേഷം ഫുൾ ഓഫ്. ഇത്രയാണ് ഇതിന്റെ പരിപാടി. ഇതാണ് നമ്മളിപ്പോൾ പോയി മേടിച്ച ബാറ്ററി. ഇരിക്കട്ടെ പറ്റില്ല, അത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, ഇതിനാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് 418 ആണ് കേട്ടോ വില. ഇനിയിപ്പം ട്രിപ്പിൾ എ ബാറ്ററിയുടെ വില എത്രയാണെന്ന് ചോദിക്കരുത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്. താങ്ക് യു.